ാണ് 4 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലായിരുന്നു. ഓക്കെ. നമ്മുടെ മീറ്റിങ്ങിന് വന്ന് പ്രാർത്ഥിച്ചു. ആ മാസം തന്നെ പ്രഗ്നന്റ് ആയ സാക്ഷ്യമാണ്. സന്തോഷത്തോടെ കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ, വണ്ടർഫുൾ ജീസസ്. സിസ്റ്റർ തന്നെ ഒന്ന് പറഞ്ഞേ, എത്ര നാൾ എവിടുന്നാ വരുന്നേ പറയാവോ? ഞാൻ പുഷ്പഗിരി എന്ന് പറഞ്ഞ കട്ടപ്പന തന്നെയാണോ? ഓക്കെ, പറഞ്ഞാട്ട് എത്ര വർഷമായി കുഞ്ഞുങ്ങളില്ലായിരുന്നു? എന്തായിരുന്നു എന്റെ കാരണം? ഞങ്ങൾക്ക് 4 വർഷമായിട്ട് കുട്ടികളില്ലായിരുന്നു. 4 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലായിരുന്നു. എനിക്ക് PCOD ആയിരുന്നു. ഓക്കെ. കാരണം PCOD ആയിരുന്നു. ഓക്കെ ഓക്കെ. അപ്പൊ ഹോസ്പിറ്റലിൽ ചെന്ന് കണ്ടപ്പോൾ പറഞ്ഞു കുട്ടികളുണ്ടാകാൻ ഒരുപാട് താമസമുണ്ട്. കുട്ടികളുണ്ടാകാൻ ഒരുപാട് താമസമുണ്ടെന്ന് പറഞ്ഞിരുന്നു. ഓക്കെ. അപ്പോൾ ഒരു 2020-21 എനിക്ക് ലാസ്റ്റ് LMP ഡേറ്റ് ആവുന്നത് ഏപ്രിൽ. ഓക്കെ. പിന്നെ ഏപ്രിൽ, മെയ്, ജൂൺ ഇല്ലായിരുന്നു. ഓക്കെ. നെഗറ്റീവ് ആയിരുന്നു കാണിച്ചത്. ഓക്കെ. അത് കഴിഞ്ഞ് ജൂലൈയിലാണ് പ്രോഗ്രാം കണ്ട് ലൈവായിട്ട് വിളിച്ചു. ഓക്കെ. പ്രാർത്ഥിച്ചു. ഓക്കെ. അതിൻ്റെ ഫലമായിട്ട് പിറ്റേ മാസം കൂട്ടി സാക്ഷ്യം വിളിച്ച് പറയണമെന്ന് പറഞ്ഞു. ഓക്കെ. പിറ്റേ മാസം ആഗസ്റ്റിൽ നോക്കിയപ്പോൾ നെഗറ്റീവായിരുന്നു. സെപ്റ്റംബറിൽ നോക്കിയപ്പോൾ നെഗറ്റീവായിരുന്നു. ഓക്കെ. അത് കഴിഞ്ഞ് പിന്നെ സ്കാൻ ചെയ്യാൻ പറഞ്ഞു. സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഇത്രയും കാലങ്ങളായി കുട്ടികളില്ലാതിരുന്നുകൊണ്ട് എനിക്ക് മാനസികമായിട്ടുള്ള പ്രശ്നമാണെന്ന് പറഞ്ഞു. എനിക്ക് ഉണ്ടെന്ന് ഞാൻ വിശ്വസിച്ചു. ആഗസ്റ്റ് തൊട്ട് ഉണ്ടെന്ന് ഞാൻ വിശ്വസിച്ചു. ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നു. ഓക്കെ. അതായത് 2 മാസം പരിശോധിച്ചിട്ട് നെഗറ്റീവ് ആണ്. വീണ്ടും സ്കാൻ ചെയ്യാനായിട്ട് ഡോക്ടറിന്റെ അടുത്ത് വന്നപ്പോൾ കുഞ്ഞുങ്ങളില്ലാത്തതിന്റെ മാനസിക പ്രയാസം ഉണ്ടായതാ, ഡിപ്രഷൻ ആയതാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് സ്കാനിങ്ങിന് എനിക്ക് ഡോക്ടർ കുറിച്ച് തന്നു. ഓക്കെ. ഞാൻ സ്കാൻ ചെയ്തു. ഓക്കെ. സ്കാൻ ചെയ്തപ്പോഴും ഇല്ല, നെഗറ്റീവാണ്. ഓക്കെ. അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ വയറിൻ്റെ സൈഡിൽ ഒരു ഭാരം പോലെ തോന്നി. ഓക്കെ. മുഴയാന്ന് ഓർത്ത് ഞങ്ങൾ മറയൂർ ഒരു ഹോസ്പിറ്റലിൽ പോയി. ഓക്കെ. അവിടെ ചെന്നപ്പോൾ ഞാൻ മൊത്തത്തിൽ അങ്ങ് പോയായിരുന്നു, ഡൗൺ ആയി പോയി. ഓക്കെ. അത് കഴിഞ്ഞ് ബ്ലഡ് കൊടുക്കാൻ പറഞ്ഞു, യൂറിൻ കൊടുക്കാൻ പറഞ്ഞു. കൊടുത്ത് സ്കാനിങ്ങിന് കയറാൻ പറഞ്ഞു. ഓക്കെ. സ്കാനിങ്ങിന് കയറിയപ്പോൾ എൻ്റെ വയറ്റിൽ ഇവൾ ഉണ്ടായിരുന്നു. കൈയടിച്ച് ആദ്യത്തെ സ്കാനിങ്ങിൽ ഒന്നും ഈ കൊച്ചിനെ കിട്ടിയില്ല. ഇല്ല, 3 മാസം ആയപ്പോഴാണ് ഞാൻ ചെല്ലുന്നത് ഹോസ്പിറ്റലിൽ. അപ്പോൾ ഇവക്ക് 3 മാസം ഉണ്ട്. 3 മാസമായി വയറ്റിലുണ്ടായിരുന്നു. ഒന്ന് കൈയടിച്ച്, ഒന്ന് എഴുന്നേറ്റ്, ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച് എന്ന് പറഞ്ഞ സിസ്റ്ററെ എനിക്ക് മനസ്സിലായത്, സിസ്റ്റർ ആദ്യത്തെ പരിശോധനയിൽ കുഞ്ഞുണ്ടെന്ന് തെളിഞ്ഞില്ല. ആദ്യത്തെ 2 പ്രാവശ്യത്തെ അപ്പോൾ ഡോക്ടർ കൊണ്ട് പരിശോധിച്ചപ്പോൾ പറഞ്ഞു ഇതെന്താണ് മാനസിക പ്രയാസമെന്ന് പറഞ്ഞു. സിസ്റ്ററിനെ കളിയാക്കി വിട്ടു. എന്നാൽ വയറിനകത്ത് വേദനയെ തുടർന്ന് മുഴയാന്ന് വിചാരിച്ചിട്ട് വീണ്ടും ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അവിടെ വെച്ച് പരിശോധിക്കുമ്പോഴാണ് കുഞ്ഞുണ്ടെന്ന് മനസ്സിലാവുന്നേ. 3 മാസം അപ്പോൾ ആയിരുന്നു. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ എന്ന് പറഞ്ഞ് കർത്താവ് സിസ്റ്ററോട് പറഞ്ഞ് ആ സമയത്ത് തന്നെ ദൈവം സിസ്റ്ററിന് കുഞ്ഞിനെ തന്നിരുന്നു. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. എഴുന്നേറ്റ് ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. ഒന്ന് എഴുന്നേറ്റ് ഒന്ന് കൈകളൊന്ന് അടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. അല്പനേരം ഒന്ന് ആരാധിച്ചേ, യേശുവേ എന്ന് വിളിച്ചേ എന്ന് പറഞ്ഞ് നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ്, വാക്കുമാറാത്തവനാണ്. താൻ പറഞ്ഞ സമയത്ത് ദൈവം ചെയ്തിരുന്നു. ഒന്നും കൂടെ കൈ അടിച്ച് കർത്താവിനെ ആരാധിക്കാം, യേശുവേ എന്ന് വിളിക്കാം. 4 വർഷത്തിന് ശേഷം കുഞ്ഞുങ്ങളുണ്ടാകാൻ പ്രയാസമെന്ന് പറഞ്ഞെടുത്ത് കർത്താവ് ദൂത് പറഞ്ഞു, ഈ മാസം ക്യാരി ആകും. പക്ഷേ സിസ്റ്റർ വിശ്വസിച്ച് പരിശോധിച്ചു, തെളിഞ്ഞില്ല. 2-ാം മാസം പരിശോധിച്ചു, തെളിഞ്ഞില്ല. 3-ാമത്തെ മാസം വയറുവേദനയെ തുടർന്ന് ഹോസ്പിറ്റലിൽ കാണിച്ചു, വേറൊരു ഹോസ്പിറ്റലിൽ കാണിച്ചു. അതിനകത്താണ് തെളിഞ്ഞത്. അപ്പോൾ 3 മാസം വയറ്റിലായിരുന്നു. ഭയങ്കരമാണ്. കൈകളടിച്ച് കർത്താവിനെ സ്തുതിക്കേണ്ട കാര്യമാണ്. ആമേൻ. അടുത്തിരിക്കുന്ന ആളുടെ കൈ കൊടുത്തെന്ന് പറഞ്ഞേ, കർത്താവ് വാക്ക് പറഞ്ഞാൽ മാറത്തില്ലെന്ന് പറഞ്ഞേ. ഒന്ന് ശബ്ദം ഉയർത്തി പറഞ്ഞ്, നിന്നോട് എന്തെങ്കിലും കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാറുകയില്ല, മാറ്റം വരത്തില്ല, മാറ്റം സംഭവിക്കത്തില്ല. പരിശുദ്ധാത്മാവേ, നിന്റെ വാക്കുകൾക്ക് മാറ്റമില്ല. നീ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്നവനാണ്. കൈകളൊന്ന് അടിച്ചൊരിക്കൽ കൂടെ നന്ദി പറയാം. കർത്താവ് എന്നോട് അരുളിയത് നിവൃത്തിയാകും.
കർത്താവ് എന്നോട് അരുളിയത് നിവൃത്തിയാകും. അവൻ വചനങ്ങൾ ഒന്നുമേ നിഷ്ഫലമാകുകയില്ല. അവൻ വചനങ്ങൾ ഒന്നുമേ നിഷ്ഫലമാകുകയില്ല. കർത്താവ് എന്നോട് അരുളിയത് നിവൃത്തിയാകും. കർത്താവ് എന്നോട് അരുളിയത് നിവൃത്തിയാകും. അവൻ വചനങ്ങൾ ഒന്നുമേ നിഷ്ഫലമാകുകയില്ല. ഓ മഹത്വം മഹത്വം ഉള്ളം കൊണ്ടു നിനക്കു തരുന്നേ. മഹത്വം മഹത്വം ഉള്ളം കൊണ്ട് നിനക്കു തരുന്നേ. കർത്താവിൽ ഞാൻ എപ്പോഴും സന്തോഷിക്കുന്നേ. കർത്താവിൽ ഞാൻ എപ്പോഴും സന്തോഷിക്കുന്നേ. ഞാൻ ഈ പാട്ട് എഴുതുമ്പോ എന്റെ ഉള്ളിൽ ഏറ്റവും ആദ്യം വന്ന വരി, ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തേ, നിന്നാമം പരിശുദ്ധം തന്നെ. അടുത്തിരിക്കുന്നവരോട് പറ, ശക്തനായവൻ എനിക്ക് വേണ്ടി വലിയവ ചെയ്തേ, നിന്നാമം പരിശുദ്ധം തന്നെ. ശക്തനായവൻ എനിക്ക് വേണ്ടി ബലം പ്രവർത്തിച്ചേ, നിന്നാമം എന്നും ഉയരട്ടെ. ഈ മോൾക്ക് എന്താ പേരിട്ടിരിക്കുന്നേ? മിഖാമറിയ. ഒരു നിമിഷം കാര്യങ്ങൾ ഉയർത്തി മിഖയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച കർത്താവേ, ഞങ്ങൾ മിഖയെ അനുഗ്രഹിക്കുന്നു. ദൈവിക നന്മകൾ കൊണ്ട് മിഖയെ നിറയ്ക്കണമേ. ചെറുപ്പത്തിലെ അവൾ ഒരു അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ അനുഭവത്തിൽ വളർന്നു വരട്ടെ. അപ്പ ഞാൻ ഈ മിഖയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ മിഖയുടെ അമ്മയ്ക്കും കൂടെ വേണ്ടി പ്രാർത്ഥിച്ചേക്കാം. നിങ്ങൾ എത്ര പേർക്ക് അതിനെ ആമീൻ പറയാനുണ്ട്? മിഖയുടെ അമ്മയ്ക്ക് ഈ ഇടയായിട്ട് ഇടയ്ക്ക് ഒരു നടുവിനൊരു പ്രയാസമുണ്ട്. അത് കാരണം മിക്കയുടെ അമ്മയ്ക്ക് കാലൊരു മരവിപ്പ് പോലെ വരുക. ശരിയാ? അപ്പോ നീ വിചാരിച്ചു ഞാൻ കൊച്ചിനെ എടുക്കുന്നുണ്ടായിരിക്കും. കൊച്ചിനെ എടുക്കുന്നുണ്ട്. പക്ഷേ കൊച്ചിനെ എടുക്കുന്നുണ്ടല്ല മോളെ, നീ പ്രസവിച്ച് കഴിഞ്ഞ ദിവസം മുതലേ നിനക്ക് ആ വേദനയുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവിനോട് ഇങ്ങനെ പറയുന്നത്, ഇപ്പോൾ നീ സൗഖ്യമാകും. നിങ്ങളെന്താ കൈ അടിക്കാത്ത വരുന്നല്ലേ ആമേൻ പറയാത്ത? ഒരു കാര്യം കൂടെ എന്നെ കാണിക്കുക കർത്താവ്. മോളി കുഞ്ഞിനെ എടുത്തിരിക്കുന്ന ഇടത്തെ ഷോൾഡറില്ല. ഈ ഇടത്തെ ഷോൾഡറിൽ നിനക്കൊരു പ്രയാസമുണ്ട്. അപ്പൊ നീ പറയുന്ന അമ്മ എനിക്ക് കുഞ്ഞിനെ എടുക്കാൻ വയ്യ എന്ന് നീ പറയുന്നുണ്ട്. ഇപ്പോ അങ്ങനെയുണ്ടോ? കൊച്ചിനെ എടുക്കാൻ പറ്റുന്നില്ല അവൾക്ക്. നിന്റെ കഴുത്തിന്റെ ഇവിടുത്തെ മസിൽ ഫ്രോസൺ ആയി പോയി. നമുക്ക് സാധാരണ ഇവിടെ തൊട്ടാൽ ഇങ്ങനെ അമങ്ങത്തില്ലേ, പക്ഷെ അവളുടെ തോളിന്റെ അവിടെ അമർത്തി അമങ്ങത്തില്ല, കട്ടി പോലിരിക്കുക. നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നു ഈ ആ ഫ്രോസൺ ഷോൾഡേഴ്സ് ഇപ്പോൾ എന്റെ യേശുവിന്റെ കാര്യം അത്ഭുതകരമായി വിടുവിക്കുന്നു? അടുത്തിരിക്കുന്നവരോട് പറ, അത്ഭുതവാനാണ് എന്റെ കർത്താവ് എന്ന് പറഞ്ഞു. ഒന്നും കൂടെ ചേർന്ന് കൈ അടിച്ചോട്ട് പറ, അത്ഭുതമാണ് എന്റെ കർത്താവ്. അത്ഭുതവാനാണ് എന്റെ കർത്താവ്. മോളെ, നിനക്ക് കുറച്ചു നേരം കൊച്ചിനെ എടുക്കാൻ പറ്റുമോ? അത് കൊച്ചിനോടുള്ള ആവേശം കാരണം ചെയ്യുന്നത് അല്ലേ? നിന്റെ മോളെ നീ എല്ലാവരും വേറെ ആരും എടുക്കുന്നത്. പക്ഷെ ഇന്നു മുതൽ നിന്റെ ഷോൾഡറിനെ പരിപൂർണമായൊരു സൗഖ്യം ഉണ്ടാകും. എനിക്കൊരു വെളിപ്പാട് കൂടെ കാണാവേ, ഒരു വെളിപ്പാട് കൂടെ കാണാം. ഇവൾക്ക് ഇടയ്ക്കൊരു തലവേദന വരും. ഈ ആ തലവേദനയുടെ സൈഡ് എഫക്ട്സ് എന്ന് പറയുന്നത്, നിന്റെ ഈ തലവേദന വരുന്ന സമയത്ത് നിന്റെ ഇടത്തെ കണ്ണങ്ങ് ചെറുതായി പോവും. അങ്ങനെയാണോ അമ്മേ? അറിയാമോ അമ്മയ്ക്ക്? ചെറുതായി പോകുന്നൊരു കാരണമുണ്ട്. സാധാരണ നമുക്ക് തലവേദന എടുക്കുമ്പോൾ ഈ സ്ഥലത്താണ് വേദന വരുന്നേ, പക്ഷേ ഈ മോൾക്കാണെങ്കിൽ ഈ സ്ഥലത്താണ് വേദന വരുന്നേ. അങ്ങനെയാണ്. എന്നിട്ട് നേരെ ഈ വേദന ഇങ്ങോട്ടങ്ങ് ഇറങ്ങും, താഴോട്ടങ്ങ് ഇറങ്ങും. ചില സമയത്ത് ഇവൾക്ക് വാ പോലും തുറക്കാൻ ഒക്കത്തില്ല. തലവേദന വന്ന ശബ്ദം കേൾക്കാൻ ഒക്കത്തില്ല, വാ തുറക്കാൻ ഒക്കത്തില്ല. ഞാൻ ഈ മോളുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി ആദരിക്കുന്ന എനിക്ക് കാണാവേ. പരിശുദ്ധാത്മാവിന്റെ ശക്തി ആ മോളെ തൊടുന്നത് എനിക്ക് കാണാം. ഇപ്പോൾ ഈ മോള് സൗഖ്യമാകുകയാണ്. ഞാനിത് പറയുമ്പോ നിനക്കൊരു പ്രശ്നം കൂടെ ഉണ്ട്. നിന്റെ രണ്ട് കണ്ണിനും ചില സമയത്ത് വ്യക്തതയില്ല. അത് തലയ്ക്കകത്തുള്ള ചില നെർവുകളോട് ബന്ധിക്കപ്പെട്ടാണ് ആ കാര്യം നിൽക്കുന്നത്.
Wonderful Jesus. ഇന്ന് നീ സൗഖ്യമാകുകയാ. കൈ അടിച്ചൊരു ആമേൻ പറഞ്ഞേ. നന്ദി യേശുവേ. ഹല്ലേലൂയ. പരിശുദ്ധ സിസ്റ്ററെ തൊടുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സിസ്റ്ററിനെ ചില മണം മൂക്കിൽ വരികയോ ചില സമയത്ത് അമിത ചൂട് അടിക്കുകയോ ചില സമയത്ത് അമിത തണുപ്പ് വരികയോ തണുത്ത ആഹാരം കഴിക്കുകയോ ഇതൊക്കെ നിനക്ക് പ്രശ്നമാണ്. യേശുവിൻ്റെ നിന്റെ കാര്യങ്ങളെ ഇന്ന് സൗഖ്യമാക്കുക. ആമേൻ. കുറച്ചും കൂടെ ചുണയായിട്ടൊന്ന് കൈ അടിക്കാവേ. ഒരു നല്ല ആമേൻ പറയാവേ. നന്ദി യേശുവേ. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നത് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ചിലരെ യേശു സൗഖ്യമാക്കുക. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ചിലരെ സൗഖ്യമാക്കുക. ഒന്ന് കൈ അടിച്ചൊരു ആമേൻ പറഞ്ഞു. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു അനുഭവം ഉണ്ടായി. ഇവിടെ തല മുഴുവൻ ഐസ് വെച്ചതുപോലെ തണുക്കാൻ തുടങ്ങി. നിന്റെ ഈ തോള് മുഴുവൻ ഐസ് വെച്ചതുപോലെ തണുക്കാൻ തുടങ്ങി. ഈ മോളുടെ മേൽ ദൈവത്തിന്റെ ശക്തി ആവരിക്കുക. ദൈവശക്തി വ്യക്തികളെ തൊടുവാൻ